ബാലൻസ് വീടിയിടാൻ ലേശം വൈകിയോ? ഇല്ലല്ലേ, ഒരാഴ്ച കഴിഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെ കുമ്പയൊക്കെ നിറച്ച് ഞങ്ങൾ ആദ്യം പോയത് മെറ്റേക്കി ചർച്ചിലോട്ടാണ്. ഏതാണ്ട് 5-ാം നൂറ്റാണ്ട് തൊട്ട് ഈ ചർച്ച് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റ്വരീസ് നദിയുടെ തീരത്താണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയുക. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി ഇവിടുത്തെ ചർച്ചുകളിലൊക്കെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ലേഡീസ് തലയിൽ സ്കാർഫ് കെട്ടണം. ജീൻസ് ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് എനിക്ക് ആ പുരാതനമായ ചർച്ചിൽ കയറാനും പറ്റിയില്ല. അതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. ബാക്കിയുള്ളവരെല്ലാം ചർച്ചിൽ കയറി. ആ സമയത്ത് അവിടെ പ്രെയർ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവിടെ വരെ വരാൻ പറ്റിയല്ലോ, അത് തന്നെ സന്തോഷം. ഈ കാണുന്നത് ചർച്ചിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ്. അതിമനോഹരമായ ഒരു ഗാർഡൻ അവിടെ ഉള്ളതുകൊണ്ട് സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. പലതരത്തിലുള്ള പൂക്കളും മരങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അവിടെ എന്താ 3 മണി കെട്ടിയേക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പള്ളിയുടെ ഭിത്തികളിലെല്ലാം ജോർജിയൻ ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എനിക്കിന്നത് വായിക്കാറില്ലല്ലോ, എന്താന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ. എത്രയോ കൊല്ലം മുന്നേ എഴുതിയത് അതൊക്കെ. ചർച്ചിനോട് ചേർന്ന് കിങ് ഓഫ് ജോർജിയയുടെ ഒരു സ്റ്റാച്യൂവും ഉണ്ട്. മിലിറ്ററിയിലുള്ള വൈദഗ്ധ്യവും സിറ്റിയുടെ ഏർലി ഡെവലപ്മെൻറ്റിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെയും പ്രതീകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു 1967 അവിടെ നിർമ്മിച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് കേബിൾ കാർ റൈഡിന് വേണ്ടിയിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ ക്യൂ നിന്ന് അതിലൊന്ന് കയറാൻ വേണ്ടി. ഞങ്ങൾ 5 പേർക്കും കൂടി 27,600 കേബിൾ കാറിന് ചിലവായത്. അതിനെ ക്രോസ് ചെയ്ത് നമ്മൾ ടോപ്പിലെത്തുമ്പം അവിടെ കുറേ സ്റ്റാളുകളുണ്ട്. ഫുഡ് സ്റ്റാളുകളും സോവറൈൻ സ്റ്റാളുകളും അങ്ങനെ പല ടൈപ്പ്. അവിടെ തന്നെയാണ് മദർ ഓഫ് ജോർജിയയുടെയും 20 മീറ്ററോളം നീളവും അലൂമിനിയത്തിലുണ്ടാക്കിയ ഈ സ്റ്റാച്യു 1958 നിർമ്മിച്ചത്. മിത്രങ്ങളെ സ്വീകരിക്കാൻ ഇടത് കൈയിൽ വൈനായിട്ടും വലത് കൈയിൽ ശത്രുക്കളെ ആക്രമിക്കാൻ വാളുമായിട്ട് നിൽക്കുന്ന ഒരു ജോർജിയൻ സ്ത്രീയെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വലേരിയ കേട്ടോ പറഞ്ഞു തന്നെ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കേബിൾ കാറിൽ തന്നെ താഴെ. ഇന്നത്തെ ചർച്ച ഈ കേബിൾ കാർ താഴെ വീണ് പൊട്ടിയ എന്ത് സംഭവിക്കും എന്നായിരുന്നു. ദുരന്തങ്ങളെ താഴെ വീണ ഒന്നെങ്കിൽ ആരുടെയും അടുക്കള പുറത്ത്, അല്ലെ മച്ചിന്റെ മണ്ടി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.